ഏവർക്കും പ്രഭാത വന്ദനങ്ങൾ. ഇന്ന് നാം വളരെ പ്രധാനപ്പെട്ട ഒരു ആത്മീയ പാഠം പഠിക്കുകയാണ്. ഇന്നത്തെ ചിന്ത പഴയ നിയമ ഇസ്രായേൽ മിസ്രൈമിൽ നിന്ന് കനാനിലേക്കുള്ള പ്രയാണം. പഴയ നിയമത്തിലുടനീളം നമുക്ക് ആ ഒരു യാത്രയെ കാണുവാൻ കഴിയുന്നു. എന്നാൽ പുതിയ നിയമ വിശ്വാസികൾ തേജസ്സിൽ നിന്ന് തേജസ് പ്രാപിച്ച് നാം കർത്താവിനെ പോലെ ആയിത്തീരുന്നു. പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇസ്രായേലിന്റെ കനാനിലേക്കുള്ള യാത്ര നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ ഒരു നിഴലാണ്. നമ്മത് പഠിക്കുമ്പോൾ ഇസ്രായേൽ ജനം ഇസ്രായേൽ വിട്ട് മുൻപോട്ട് പോയപ്പോൾ അവർ എല്ലാവരും സമുദ്രത്തിലൂടെ കടന്ന് എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റും മോശയോട് ചേർന്ന് എന്ന് നാം വായിക്കുന്നു. 1 കൊരിന്ത്യർ 10:2. എന്നാൽ പുതിയ ഉടമ്പടിയുടെ കീഴിൽ വീണ്ടും ജനനം പ്രാപിച്ച വിശ്വാസികൾ അനുഭവിക്കേണ്ട ജലസ്നാനം, പരിശുദ്ധാത്മാ സ്നാനം എന്നിവയാണ് അത് കാണിക്കുന്നത്. എന്നാൽ മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ ഇസ്രായേൽ ജനം ദൈവം അവർക്ക് വാഗ്ദാനം ചെയ്ത സ്വസ്ഥതയുടെ സ്ഥലത്ത് ഭൂരിപക്ഷം പേരും എത്തിച്ചേർന്നില്ല. അതാണ് എബ്രായ ലേഖനം 3:17 മുതൽ 4:2 വരെ ഉള്ള ഭാഗത്ത് വാഗ്ദത്ത കനാൻ എന്ന സ്വസ്ഥത അനുഭവിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. പ്രലോഭനങ്ങളുടെ മല്ലന്മാരെ ഒന്നൊന്നായി കൊന്നൊടുക്കേണ്ട ഒരു ദേശം, പാപത്തിന് മേലുള്ള ജയം പ്രാപിക്കേണ്ട ഒരു വാഗ്ദത്ത ഭൂമിയായിരുന്നു ഇസ്രായേലിനോട് അരുളി ചെയ്ത കനാൻ ദേശം. എന്നാൽ ഈ സ്വസ്ഥയുടെ കനാൻ അനുഭവിക്കുവാൻ ഭൂരിപക്ഷ പേർക്കും ഇടവന്നില്ല. ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി പറയുന്നു, അവർ സ്വസ്ഥതയിൽ പ്രവേശിച്ചില്ല. പ്രിയമുള്ളവരെ, നിങ്ങൾ എങ്ങനെ തുടങ്ങി എന്നുള്ളത് ഒരു വിഷയമല്ല, നിങ്ങൾ എത്തിച്ചേരുന്നതാണ് വിഷയം. ആരംഭത്തെക്കാൾ അവസാനം ഏറ്റവും നന്നായിരിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഗലാത്യ സഭയോട് പറയുമ്പോൾ അവർ ആത്മാവിൽ തുടങ്ങി ജഡത്തിൽ അവസാനിപ്പിച്ചു. ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു, പക്ഷേ വാഗ്ദത്തം പ്രാപിക്കുവാൻ കഴിഞ്ഞില്ല. എന്നാൽ പുതിയ നിയമ വിശ്വാസികൾ കൃപയുടെ കീഴിൽ ജീവിക്കുന്നവർ പാപത്തിന്മേൽ വാഴും. അവർ ജീവനിൽ വസിക്കും. ജീവന്റെ ദാതാവായ ക്രിസ്തുയേശുവിൽ നിന്ന് സമർത്ഥമായ ജീവൻ അവർ പ്രാപിച്ചുകൊണ്ട് പാപത്തിന്റെ പ്രലോഭനങ്ങളെ അതിജീവിക്കുവാനും പാപത്തിന്റെ ശക്തിയെ തോൽപ്പിക്കുവാനും അവർക്കെതിരെ നിൽക്കുന്ന മല്ലന്മാരെ കീഴ്പ്പെടുത്തുവാനും ശത്രുനിരകളെ പരാജയപ്പെടുത്തുവാനും പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിച്ച പുതിയ നിയമ വിശ്വാസിക്ക് കഴിയും. കാരണം അവർ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരല്ല. ന്യായപ്രമാണത്തിന് കീഴിലുള്ളവർക്ക് ദൈവിക സ്വസ്ഥതയിലേക്ക് സമാധാനത്തിൽ ജീവിക്കുവാൻ, പൂർണ്ണ ജയം പ്രാപിക്കുവാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മുടെ ലൈഫിലും നാം ആമുഖത്തിൽ ചിന്തിച്ച ജലസ്നാനവും പരിശുദ്ധാത്മാവിന്റെ സ്നാനവും ഒക്കെ നാം ജീവിതത്തിൽ അനുഭവിച്ചവരും പ്രാപിച്ചവരുമാണ്. എന്നാൽ പാപത്തെ തോൽപ്പിക്കുവാൻ, സ്വയത്തിന്മേൽ ജയം നേടുവാൻ, മോഹങ്ങളുടെ തടവറയിൽ നിന്ന് പുറത്തു വരുവാൻ കഴിയാതെ നമ്മുടെ ജഡത്തിൽ വെളിപ്പെട്ടു വരുന്ന മല്ലന്മാരെ കീഴ്പ്പെടുത്തുവാൻ കഴിയാതെ, ഞാൻ ഇന്ന് രാവിലെ പ്രിയമുള്ളവരെ നിങ്ങളോട് പറയുമ്പോൾ പലരുടെയും ആത്മീയ ജീവിതം പരാജയമാണ്. അവർക്ക് പൂർണ്ണ ജയം ഉണ്ടാകുന്നില്ല. വിശുദ്ധ തിരുവെഴുത്തുകളിൽ പൂർണ്ണ ജയാളികളായ ക്രിസ്ത്യാനികളെയാണ് കാണുന്നത്. വെളിപ്പാട് പുസ്തകത്തിൽ കുഞ്ഞാടിനോടുകൂടെ തന്നെ അനുഗമിക്കുന്ന ജയാളികളുടെ ഒരു കൂട്ടം. അവർക്ക് എങ്ങനെ ജയിക്കാൻ കഴിയും? ക്രിസ്തുവിനെ ജീവനിൽ ഞാൻ ആയിരിക്കുമ്പോൾ, ക്രിസ്തു എന്നിൽ ജീവിക്കുമ്പോൾ, ഞാൻ ക്രിസ്തുവിൽ വസിക്കുമ്പോൾ, ഞാൻ കൃപ അനുഭവിക്കുമ്പോൾ, വിശ്വാസമുള്ള നീതിയിൽ ഞാൻ നിലനിൽക്കുമ്പോൾ, ക്രിസ്തുവിനെ എൻ്റെ ജീവിതത്തിൽ എല്ലാ മേഖലയിലും ഞാൻ അനുവദിക്കുമ്പോൾ, അവിടെയാണ് എൻ്റെ താല്പര്യങ്ങൾ ഇല്ലാതാകുന്നു, സ്വയത്തിൻ്റെ ശക്തികൾ തകർക്കപ്പെടുന്നു, എൻ്റെ ഇഷ്ടങ്ങളിൽ എനിക്ക് ജീവിക്കുവാൻ കഴിയാതെ ദൈവഹിതത്തിനായി ഞാൻ എന്നെ സമർപ്പിക്കുന്നു, ലോകത്തോട് ഞാൻ ശത്രുത്വം പ്രഖ്യാപിക്കുന്നു, ക്രിസ്തുവിനെ അറിയുവാൻ വേണ്ടിയുള്ള ഒരു വാഞ്ച എന്നിൽ രൂഢമൂലമാകുന്നു. ക്രിസ്തുവിനെ അറിയുന്നോറും അവന് വിട്ടുപോകാൻ കഴിയാത്ത ക്രിസ്തു സമാനമായ ഒരു ആത്മീയതയുടെ അനുഭവം എന്നിൽ വെളിപ്പെട്ടു വരുന്നു. അവിടെ കർത്താവ് എനിക്ക് വേണ്ടി ജീവിക്കുമ്പോൾ ഞാൻ ഇല്ലാതായി എൻ്റെ താല്പര്യങ്ങൾ, എൻ്റെ പദ്ധതികൾ, എൻ്റെ കാര്യപരിപാടികൾ, എൻ്റെ പ്രയോറിറ്റീസ്, എൻ്റെ ഇഷ്ടങ്ങളോടൊക്കെ ഞാൻ എന്നേക്കുമായി വിട പറഞ്ഞ് കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ എന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അവിടെ പ്രിയമുള്ളവരെ ഒരു പൂർണ്ണ ജയാളിയെ കാണുവാൻ കഴിയും. അതാണ് നമുക്ക് ഈ വചനത്തിൽ കൂടെ കാണുവാൻ കഴിയുന്നത്. അതാണ് സ്വസ്ഥയുടെ സ്ഥലം. ഒരുപക്ഷെ അത് പെന്തക്കോസ്തിനപ്പുറമാണ്. നിങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങളുടെ കാഴ്ചകൾക്ക്, അറിവുകൾക്ക്, സ്പർശനങ്ങൾക്ക് അപ്പുറമാണ്. അത് പാരമ്പര്യങ്ങൾക്കും മതപരമായുള്ള കീഴ്വഴക്കങ്ങൾക്കും ഇന്നലകളിൽ നാം അനുഭവിച്ച് പഠിച്ച് മനസ്സിലാക്കിയതിലേക്ക് അപ്പുറമാണ്. അതൊരിക്കലും കാഴ്ചയാലല്ല, അതൊരു അനുഭവമാണ്. അത് ക്രിസ്തുവിനെ മാത്രം അറിയണമെന്നുള്ളൊരു വാഞ്ചയാണ്. കർത്താവിനെ അല്ലാതെ മറ്റാരെയും അറിയേണ്ട എന്നുള്ള ഒരു തീരുമാനമാണ്. പ്രിയമുള്ളവരെ, ഇന്നത്തെ ഈ ദൂത് നിങ്ങളെ
അതിലേക്കാണ് എത്തിക്കുന്നത്. ഞാനിങ്ങനെ അവസാനിപ്പിക്കട്ടെ. അപ്പോസ്തലൻ പൗലോസ് ഇപ്രകാരം വളരെ പ്രാമുഖ്യം നൽകി 1 കൊരിന്ത്യർ ലേഖനം പ്രാരംഭ അധ്യായങ്ങൾ എഴുതുമ്പോൾ പ്രാകൃതന്മാർ, ജഡികന്മാർ, ആത്മീകന്മാർ എന്നിങ്ങനെ 3 വിധ ആളുകളെ പരിചയപ്പെടുത്തുന്നു. ഇത് യഥാർത്ഥത്തിൽ ഇസ്രായേലിന്റെ 3 വിധ അനുഭവങ്ങളാണ്. ഈ 3 കൂട്ടം ആളുകളും ഇസ്രായേൽ ജനത്തിന്റെ ഈ യാത്രയിൽ ഉണ്ടായിരുന്നു. നാം ഇന്ന് അതാണ് പഠിക്കുന്നത്. പ്രാകൃതന്മാർ ഇസ്രായേൽ മിസ്രൈമിൽ ആയിരുന്ന അവസ്ഥയിൽ അന്ന് അവിടെ ജീവിച്ചവർ. അവിടുത്തെ സംസ്കാരങ്ങളോടും രീതികളോടും ശൈലികളോടും ഐതിഹ്യങ്ങൾ, അവിടുത്തെ ആരാധന സമ്പ്രദായങ്ങൾ, കാഴ്ചകൾ, മിസ്രൈമിന്റെ താല്പര്യങ്ങളിൽ ജീവിച്ചവർ. അത് ഭക്ഷണത്തോടുള്ള ആഗ്രഹമാകാം, മിസ്രൈമിൽ കണ്ടുവരുന്ന ആരാധനയോടുള്ള ആഭിമുഖ്യമാകാം, അല്ലെങ്കിൽ മിസ്രൈമിൽ തുടരുവാനുള്ള താല്പര്യങ്ങളാകാം. അവർക്ക് വാഗ്ദത്തമോ കനാനോ സ്വസ്ഥതയോ പുറപ്പാടോ മോശനിമിത്തമുള്ള വീണ്ടെടുപ്പോ ഒന്നും വിഷയമല്ല. അവരുടെ ചിന്തകളിൽ, ആഗ്രഹങ്ങളിൽ, ഇഷ്ടങ്ങളിൽ, താല്പര്യങ്ങളെല്ലാം പഴയ സ്വഭാവത്തോടും ആ ദേശത്തോടും അവിടുത്തെ സംസ്കാരം, ആ ദേശവുമായി ബന്ധപ്പെട്ടുള്ള ജീവിത രീതികൾ, ഇതൊക്കെ അവരെ സ്വാധീനിക്കുന്ന വിഷയങ്ങളാണ്. നമുക്കവരെ പ്രാകൃതന്മാർ എന്ന് പറയാം. എന്നാൽ അവിടുന്ന് കുറച്ചുകൂടി മുൻപോട്ട് പോകുമ്പോൾ ജഡീകന്മാർ, ഇസ്രായേലിന്റെ മരുഭൂമിയിലെ അവസ്ഥ, ശിശുക്കളെ പോലെ ശൈശവത്തിൽ ജീവിക്കുന്നവർ, പരാതി പറയുന്നവർ, പിറുപിറുക്കുന്നവർ, തൃപ്തിയില്ലാത്തവർ, ഒരിക്കലും ആത്മീയ അനുഭവങ്ങൾ വളരാത്തവർ, പക്വത പ്രാപിക്കാത്തവർ, ജഡീകന്മാർ. 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം നാം പഠിക്കുമ്പോൾ അടുത്ത ഒരു കൂട്ടരാണ് ആത്മീകന്മാർ. ഇത് ഇസ്രായേലിയുടെ കനാനി അനുഭവത്തിന് തുല്യമാണ്. ദൈവം നൽകാമെന്ന് പറഞ്ഞ ദേശം മുഴുവൻ പിടിച്ചെടുത്ത്, മല്ലന്മാരെ തോൽപ്പിച്ച്, യുദ്ധത്തിൽ വിജയിച്ച് ദേശത്തിന് സ്വസ്ഥത അനുഭവിക്കുന്ന ജീവിതം. പ്രിയമുള്ളവരെ, ഇതാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന ആത്മീയ ജീവിതം. ആകയാൽ വാത്സല്യ ശ്രോതാക്കളെ, ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്ന് പുറത്തു വന്നെങ്കിലും അവർ ആയിരുന്ന ദേശത്തെ സ്വഭാവവും മിസ്രൈമിനോടുള്ള താല്പര്യങ്ങളും പിന്നത്തേതിൽ അവരുടെ നാശത്തിന്, സംഹാരത്തിന് കാരണമായി തീർന്നു. ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൽ വെച്ച് കൊല്ലുവാൻ ഫറവോന് കഴിഞ്ഞില്ല. പക്ഷെ ചെങ്കടൽ കടന്നും ഇസ്രായേൽ ജനത്തിൽ വേരൂന്നിയ മിസ്രൈമിന്റെ സ്വഭാവവും സംസ്കാരവും അവരെ മരുഭൂമിയിൽ കൊന്നുകളഞ്ഞു. അവരിൽ മിക്കപേരും ദൈവം പ്രസാദിച്ചു. ചെങ്കടൽ കടന്നതും, പാറയിൽ നിന്നുള്ള വെള്ളം കുടിച്ചതും, മഞ്ഞിൽ പൊതിഞ്ഞ മഞ്ഞ കൂടാരവതക്കൽ പൊഴിഞ്ഞു വീണതും, കയ്യെത്ത ദൂരത്തെ കാടപ്പക്ഷിയിൽ നിന്ന് അവർ പിടിച്ചെടുത്തതും ഒക്കെ ചരിത്ര സംഭവങ്ങളാണ്. പക്ഷെ അതിനപ്പുറത്തുള്ള വാഗ്ദത്തത്തിലേക്ക്, സ്വസ്ഥതയിലേക്ക്, ദൈവിക ജീവനിൽ വസിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അവിടെ അവർ പരാജയപ്പെട്ടു. നമുക്ക് ഒരു സ്വയം ശോധനയ്ക്ക് വേണ്ടി ഇന്നത്തെ പഠനം സഹായകരമായി തീരട്ടെ. കേവലം വിശ്വാസ സ്നാനത്തിനപ്പുറത്ത്, നമ്മുടെ ജീവിതയാത്ര ലഭിക്കുന്ന ഭൗതിക നന്മകൾക്കപ്പുറത്ത്, പ്രാർത്ഥന വിഷയങ്ങളുടെ മറുപടികൾക്കപ്പുറത്ത്, ഏതെങ്കിലും നശിച്ചു പോകുന്ന, ക്ഷയിച്ചു പോകുന്ന, ഉപയോഗത്താൽ തീർന്നു പോകുന്ന ഭൗതിക വാഗ്ദത്തങ്ങൾക്കപ്പുറത്ത് നിങ്ങൾക്ക് വേണ്ടി നിത്യജീവന്റെ, സ്വസ്ഥതയുടെ, മഹത്വത്തിന്റെ, തേജസ്സിന്റെ ഉന്നതമേറിയ വാഗ്ദത്തം ശേഷിച്ചിരിക്കും. നമുക്കതിലേക്ക് മുന്നേറുവാൻ പരിശുദ്ധ നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.